അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ച പാകിസ്ഥാന്റെ നിലപാടിനെ വിമർശിച്ച ഐക്യരാഷ്ട്രസഭയിൽ ഭാരതം. പാകിസ്ഥാന്റെ നിലപാട് ഇരട്ടത്താപ്പെന്നും ഐക്യരാഷ്ട്രസഭയിൽ ഭാരത പ്രതിനിധി പർവതനേനി ഹരീഷ് പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിലെ പാകിസ്ഥാൻ സൈനിക നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമെന്നും ഇന്ത്യയുടെ പ്രതിനിധി UN-ൽ വ്യക്തമാക്കി. 2025-26 വർഷങ്ങളിൽ 10ഓളം തവണയാണ് അഫ്ഗാനിസ്ഥാനെ പാകിസ്ഥാൻ ആക്രമിച്ചത്. 600ഓളം പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ശക്തമായ വ്യോമാക്രമണമാണ് അഫ്ഗാനിസ്ഥാനെതിരെ പാകിസ്ഥാൻ നടത്തിയിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഭാരതം കൃത്യമായ നിലപാടറിയിച്ച് രംഗത്തെത്തിയത്. പാകിസ്ഥാന്റെ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ പ്രതിനിധി പർവതനേനി ഹരീഷ് അറിയിച്ചു. Pakistan's campaign of military airstrikes against Afghanistan is causing huge civilian casualties and sufferings to the Afghan people. We reiterate Secretary General's deep concern at civilian casualties caused by airstrikes, cross-border firing, and targeted killings as detailed in UNAMA reports. We support the Secretary General's call urging compliance with obligations under international law, including international humanitarian law, and ensuring protection of civilians. We also support UNAMA's earlier calls for investigation to ensure accountability, prevent recurrence, and uphold victims' rights. Such unconscionable acts of violence are a blatant assault on Afghanistan's sovereignty and a threat to the region's peace and stability. India strongly condemns the airstrikes on Afghan territory, which are flagrant violations of international law and the UN Charter and the principle of state sovereignty. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുകയും മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തിൽ കടന്നുകയറുകയും ചെയ്യുന്നത് പാകിസ്ഥാന്റെ സ്ഥിരം ശൈലിയാണ്. UN ചാർട്ടറിന് പോലും വില കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ നിലപാടിനെതിരെ പലതവണ രൂക്ഷമായ വിമർശനമാണ് ഭാരതം UN-ൽ ഉയർത്തിയിരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.